നീ എവിടെയാ കുഞ്ഞേ? അയ്യോ, കാത്തു, അവൻ ഉണർന്നില്ലേ? അവൻ ഉറങ്ങിക്കോട്ടെ. അല്ല, നീ എന്താ കൊണ്ടുവന്നേ? അതൊരു ഞാറപ്പഴമാ, നന്നായി പഴുത്തിട്ടുണ്ട്. അടിപൊളി രുചിയാ. ആ, കൊള്ളാലോ. അപ്പുച്ചേട്ടൻ ഈ പഴം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. കുഞ്ഞൂസ് വന്നപ്പോ എന്തൊക്കെയാ കൊണ്ടുവരുന്നേ? അത് പിന്നെ നിങ്ങളങ്ങനെ പഴങ്ങളൊന്നും തിന്നാത്തത് കൊണ്ടല്ലേ. എന്താ അവിടെ ഒരു ബഹളം? അപ്പൂസിങ് എത്തിയോ? ആ, എത്തിയമ്മേ. ആ, എന്നാൽ എല്ലാവരും താഴോട്ട് വാ. അമ്മേ, മീനൊന്നുമില്ല അമ്മേ? അതെന്തിനാ രാവിലെ തന്നെ മീൻ? ഉച്ചയ്ക്ക് തരാം. അച്ഛൻ മീൻ കൊണ്ടുവരാൻ പോയിരിക്കാം. ഇനി നിങ്ങൾ പോയി കളിച്ചോ. ശരി അമ്മേ. കുഞ്ഞൂസേ, നിനക്ക് ചേച്ചി ഉച്ചയാവുമ്പോ മീൻ കൊണ്ടുവരാവേ. എന്താ? നിനക്ക് കഴിക്കാൻ എന്താ ഏറ്റവും ഇഷ്ടം? അപ്പൊ നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ? അതൊന്നും സാരമില്ല, ഇതുപോലെ കാണിച്ചാ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. ശരിയാ. പക്ഷേ ഇപ്പൊ കാണിച്ചത് നിനക്ക് മനസ്സിലായോ? നടക്കുന്ന പൂവാണോ? അല്ല അപ്പൂസേ, വശത്തേക്ക് നടക്കുന്ന ഞണ്ടല്ലേ? അല്ലേ? കുഞ്ഞൂസിന് ശരിക്കും അപ്പൂനെയും കിട്ടൂനെയാ കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. ആ, അവൻ കുഞ്ഞല്ലേ, ചിലപ്പോ അവന് ഞാൻ കൊടുത്ത മീനും ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. എന്നാലൊരു സൂത്രമുണ്ട്. അപ്പൂനും കിട്ടൂനും ഒന്നും പറ്റാത്ത ആ കാര്യം ഞാൻ ചെയ്യും. നോക്കിക്കോ. ഏയ് കാത്തു, നില്ല് നില്ല്, എങ്ങോട്ടാ ഇത്ര വേഗം പോകുന്നേ? ആ, പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഞങ്ങളെയൊന്നും വേണ്ട അല്ലേ? അവനെയും കൂട്ടി വാ കാത്തു, നമുക്ക് കളിക്കാം. അത് പിന്നെ കുഞ്ഞൂസിന് നല്ല ക്ഷീണം മാറിയിട്ട് ഞങ്ങൾ കൊണ്ടുവരാം. കാത്തു എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ വരട്ടെ? വേണ്ട, ഞാൻ പൊന്മാൻ ചേട്ടനെ അന്വേഷിച്ച് പോവാ. ഇപ്പൊ വരാം. മീൻ പിടിക്കുന്നത് പഠിക്കാനാണോ? ആ, അതെ, അതിന് തന്നെ. ആഹാ, ഇതാര്? എന്താ കാത്തു ഈ വഴിയൊക്കെ? മീൻ പിടിക്കാൻ വന്നതാണോ? അല്ല, ഞണ്ടിനെ പിടിക്കാനാ. അത് കൊള്ളാമല്ലോ. അതെ, ഞണ്ടിനെ പിടിക്കാനേ ഇവിടെ കൊക്കമ്മാവന് മാത്രമേ അറിയൂ. വെറുതെ ഒന്നും ഞണ്ടിനടുത്തോട്ട് ചെല്ലല്ലേ, അത് നല്ല ഇറുക്ക് വെച്ച് തരും. ഇറുക്കാത്ത കുഞ്ഞു ഞണ്ട് മതി, അത് ഞാൻ പിടിച്ചോളാം. ഇതാ നോക്കിക്കോ. അയ്യോ, എന്തോന്നായി കാണിച്ചത്? എന്താ ഒരു നിലവിളി കേട്ടത്? അത് ചേട്ടാ, ഈ കാത്തുന് ഞണ്ടിറക്കിയതാ. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അല്ലെങ്കിലും കാത്തുവിന് ഇച്ചിരി അനുസരണക്കേടുണ്ട്. അല്ല കാത്തു, നിനക്കെന്തിനാ ഇപ്പൊ ഞണ്ട്? അത് അതിനെ വളർത്താനാ.
അതിന് ഞണ്ടിനെ വളർത്താൻ നിനക്കറിയാമോ? അതൊക്കെ എനിക്കറിയാം. കൊക്കമ്മാവൻ ഒരു കുഞ്ഞു ഞണ്ടിനെ പിടിച്ചു തരാമോ? അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഞാനൊന്നിനെ പിടിച്ചു തരാം. കാത്തു, എന്നാലേ സമയം കളയാതെ എളുപ്പം വീട്ടിലേക്ക് പൊയ്ക്കോ. കുഞ്ഞുങ്ങളെ തിരക്കി നടക്കുന്ന ആരോ ഒരാള് ഈ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് കേട്ടു. ഞാനും അങ്ങനെ കേട്ടു. എന്നാലേ നേരെ വീട്ടിലോട്ട് വിട്ടു. കാത്തു, വഴിയിൽ എങ്ങും ഒന്നും നിൽക്കണ്ട. കാത്തു ഇത്രയും നേരം എവിടെയായിരുന്നു? കാത്തു വന്നിട്ടേ കഴിക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞുട്ടി വാശി പിടിച്ചിരിക്കുകയാണ്. കാത്തു കൊടുത്ത മീനും അവൻ കഴിച്ചില്ല. ചേച്ചി, ഈ ഞണ്ടിനെ എങ്ങനെ പിടിച്ചു? അത് പറയാൻ പറ്റില്ല, അത് രഹസ്യ. എന്നാലും കാത്തു ഇത് എങ്ങനെ ഒപ്പിച്ചു? എന്താ കുഞ്ഞൂസേ, എന്താ കഴിക്കാത്തെ? അച്ഛനെ കാണാത്തതിനാണോ? അമ്മയെ കാണാത്തതിനാണോ? അമ്മയെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ഇപ്പൊ നമുക്ക് കളിക്കാൻ പോയാലോ? പച്ചത്തുള്ളന്മാരെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഞണ്ടിനെ എളുപ്പം കഴിക്ക്.